ഹരിയാനയിൽ വീണ്ടും റിസോർട്ട് രാഷ്ട്രീയം തലപൊക്കുകയാണ്. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തിയതോടെ ബി.ജെ.പി. തങ്ങളുടെ എം.എൽ.എമാരെ ചണ്ഡീഗഡിലെ പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് മാറ്റിയ സംഭവം വലിയ രാഷ്ട്രീയ ചർച്ചക്കാണ് വഴിവെച്ചിരിക്കുന്നത്. സ്വന്തം എം.എൽ.എമാരിൽ പോലും വിശ്വാസമില്ലാത്ത അവസ്ഥയിലാണോ ബി.ജെ.പി. നേതൃത്വം എന്നുള്ള ചോദ്യം രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉയരുകയാണ്. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വോട്ടെടുപ്പിന് മുന്നോടിയായി ബി.ജെ.പി. തങ്ങളുടെ എം.എൽ.എമാരെ ചണ്ഡീഗഡിലെ ആഡംബര ഹോട്ടലായ JW മാരിയറ്റിലേക്ക് മാറ്റിയെന്നതാണ് റിപ്പോർട്ടുകൾ. ഔദ്യോഗിക വിശദീകരണമായി പറയുന്നത് എം.എൽ.എമാർക്ക് തെരഞ്ഞെടുപ്പ് പ്രക്രിയയെക്കുറിച്ച് പരിശീലനം നൽകുവാനും പാർട്ടി ചർച്ചകൾ നടത്താനുമാണ് ഈ തീരുമാനം എന്നതാണ്. എന്നാൽ രാഷ്ട്രീയ നിരീക്ഷകർക്ക് ഇത് അത്ര വിശ്വസനീയമായി തോന്നുന്നില്ല. മറിച്ച് വോട്ടെടുപ്പിന് മുമ്പ് എം.എൽ.എമാരെ സുരക്ഷിത കേന്ദ്രത്തിൽ പാർപ്പിക്കുന്നത് വോട്ട് ചോർച്ചയെയും ക്രോസ് വോട്ടിങ്ങിനെയും കുറിച്ചുള്ള ഭയമാണ് ബി.ജെ.പി. നേതൃത്വത്തിന് എന്നതിൻ്റെ തെളിവായാണ് പലരും ഇതിനെ കാണുന്നത്. ജനാധിപത്യ സംവിധാനത്തിൽ ഒരു പാർട്ടി സ്വന്തം ജനപ്രതിനിധികളിൽ തന്നെ സംശയം പ്രകടിപ്പിക്കുന്ന ഒരു അവസ്ഥ അത് അത്യന്തം വിചിത്രമാണ്. ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന എം.എൽ.എമാർ പാർട്ടിയുടെ നയങ്ങളും നേതൃത്വവും അംഗീകരിച്ചവരാണ്. അത്തരത്തിലുള്ള നേതാക്കളെ പോലും വിശ്വസിക്കുവാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അത് പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങൾ എത്രത്തോളം ഗുരുതരമാണ് എന്നത് വ്യക്തമാവുകയാണ്. ഇതിലും ശ്രദ്ധേയമായ കാര്യം എം.എൽ.എമാരുടെ ഫോൺ കോളുകൾ വരെ നിയന്ത്രിക്കുന്നതായുള്ള റിപ്പോർട്ടുകളാണ്. തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഇവർ കർശന നിരീക്ഷണത്തിലായിരിക്കുമെന്നതാണ് സൂചനകൾ. അതായത് ജനങ്ങളുടെ വോട്ടിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്ക് അവർക്ക് സ്വതന്ത്രമായി ആശയവിനിമയം നടത്താൻ പോലും അവസരമില്ലാത്ത ഒരു സാഹചര്യമാണ് ഇവിടെ സൃഷ്ടിക്കപ്പെടുന്നത് എന്ന ചോദ്യമാണിപ്പോൾ ഉയരുന്നത്. ജനാധിപത്യത്തിൽ ഇത്തരം നിയന്ത്രണങ്ങൾ വലിയ വിമർശനങ്ങൾക്കിടയാക്കുന്നതാണ്. കേന്ദ്ര നേതൃത്വത്തിൻ്റെ കർശന നിർദ്ദേശത്തെ തുടർന്നാണ് എം.എൽ.എമാരെ ഇത്തരത്തിൽ മാറ്റി പാർപ്പിച്ചതെന്ന സൂചനകളും ഇപ്പോൾ പുറത്തേക്ക് വരുന്നുണ്ട്. വോട്ടെടുപ്പിൽ ഒരു തരത്തിലുള്ള പിഴവോ അല്ലെങ്കിൽ അപ്രതീക്ഷിതമായ വോട്ട് ചോർച്ചയോ ഉണ്ടാകരുതെന്ന ലക്ഷ്യത്തോടെയാണ് ഈ നീക്കം. എന്നാൽ ഇതിലൂടെ പുറത്തു വരുന്ന ഒരു സന്ദേശം വളരെ വ്യക്തമാണ്. സ്വന്തം എം.എൽ.എമാരുടെ നിലപാടിൽ ബി.ജെ.പി. നേതൃത്വത്തിന് പോലും പൂർണ്ണമായ വിശ്വാസമില്ല. ഇത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പുതുമയുള്ള കാര്യമല്ല. കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പല സംസ്ഥാനങ്ങളിലും ഈ റിസോർട്ട് രാഷ്ട്രീയം എന്ന പദം അത് ഏറെ പ്രചാരത്തിലായിട്ടുണ്ട്. സർക്കാർ രൂപീകരണങ്ങളോ അല്ലെങ്കിൽ വിശ്വാസ വോട്ടുകളോ രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളോ നടക്കാനിരിക്കെ പാർട്ടികൾ എം.എൽ.എമാരെ ഹോട്ടലുകളിലേക്കോ അല്ലെങ്കിൽ റിസോർട്ടിലേക്കോ മാറ്റുന്നത് പതിവായി മാറിയിരിക്കുകയാണ്. ജനാധിപത്യത്തെ പരിഹസിക്കുന്ന രീതിയിലുള്ള ഈ ഒരു പ്രവണതയ്ക്ക് അത് എല്ലാ പാർട്ടികളും ഒരളവ് വരെ ഉത്തരവാദികളാണെങ്കിലും അധികാരത്തിലിരിക്കുന്ന പാർട്ടികൾ അവർ ഇത്തരത്തിൽ പ്രവർത്തിക്കുന്നത് കൂടുതൽ ശ്രദ്ധേയമാണ്. ഹരിയാനയിലെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രതിപക്ഷമായ കോൺഗ്രസും ഈ ഒരു സമാനമായ നീക്കങ്ങളുമായി രംഗത്തുണ്ട് എന്നതാണ് പുറത്തേക്ക് വരുന്ന റിപ്പോർട്ടുകൾ. തങ്ങളുടെ എം.എൽ.എമാരെ മറ്റു പാർട്ടികൾ സ്വാധീനിക്കാതിരിക്കുവാനായി കോൺഗ്രസ് നേതൃത്വവും എം.എൽ.എമാരെ സംസ്ഥാനത്തിന് പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് എന്നതാണ് സൂചനകൾ. ഡൽഹിയിലേക്കോ രാജസ്ഥാനിലേക്കോ ആണ് ഇവരെ മാറ്റിയതെന്നാണ് പുറത്തേക്ക് വരുന്ന വിവരം. ഇത് രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ ഓരോ വോട്ടും അത് എത്രത്തോളം നിർണായകമാണ് എന്നത് വ്യക്തമാക്കുന്നതാണ്. ജനാധിപത്യ രാഷ്ട്രീയത്തിൽ വിശ്വാസവും ധാർമ്മികതയും അടിസ്ഥാന മൂല്യങ്ങളാണ്. എന്നാൽ രാഷ്ട്രീയത്തിൽ അധികാരം പിടിച്ചു നിർത്തുവാനുള്ള പോരാട്ടം ശക്തമായപ്പോൾ ഈ മൂല്യങ്ങൾ അത് പിന്നിലേക്ക് പോകുന്ന അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. രാജ്യസഭാ തെരഞ്ഞെടുപ്പ് അടുത്തെത്തുമ്പോൾ ഹരിയാനയിലെ ഈ രാഷ്ട്രീയ നീക്കങ്ങൾ അത് കൂടുതൽ ചർച്ചകൾക്ക് വഴിവെക്കുമെന്നത് ഉറപ്പാണ്. എം.എൽ.എമാരെ ഹോട്ടലുകളിൽ പാർപ്പിച്ച് കർശന നിരീക്ഷണത്തിൽ വെക്കുന്നത് ജനാധിപത്യത്തിൻ്റെ ആരോഗ്യകരമായ ചിത്രമല്ല എന്നതാണ് പലരും അഭിപ്രായപ്പെടുന്നത്. ജനങ്ങൾ തിരഞ്ഞെടുത്ത പ്രതിനിധികളെ വിശ്വസിക്കാനാകാത്ത ഒരു അവസ്ഥയിൽ ഒരു പാർട്ടി എത്തിയാൽ അത് ആ പാർട്ടിയുടെ ആഭ്യന്തര അവസ്ഥയെക്കുറിച്ചുള്ള ഗുരുതരമായ ചോദ്യങ്ങൾ അത് ഉയർത്തുന്നതാണ്. അതിനാൽ ഹരിയാനയിലെ ഇപ്പോഴത്തെ ഈ ഒരു സംഭവ വികാസങ്ങൾ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രം മാത്രമല്ല, ഇന്ത്യയിലെ രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ നിലവാരം അത് എന്താണ് എന്ന് ചോദ്യം ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ്. സ്വന്തം എം.എൽ.എമാരെ പോലും വിശ്വസിക്കാനാകാത്ത ഒരു അവസ്ഥയിലേക്ക് രാഷ്ട്രീയ പാർട്ടികൾ എത്തുന്നുവെങ്കിൽ, പ്രത്യേകിച്ച് ബി.ജെ.പി. എത്തുന്നുവെങ്കിൽ അത് ജനാധിപത്യ സംവിധാനത്തിന് തന്നെ ആശങ്കാജനകമായ ഒരു മുന്നറിയിപ്പാണ്.